ഏതാണ്ട് 8-9 മണിക്കൂർ നേരം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ അയാളെ കണ്ണൂർ നഗരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അയാളെ കണ്ടെത്താൻ ഏറ്റവും പ്രധാനമായി നിർണായകമായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹമാണ് ഈ ഗോവിന്ദച്ചാമി ഈ റോഡിലൂടെ വളരെ കൂളായി ഈ കണ്ണൂർ നഗരത്തിലൂടെ നടന്ന് ഈ DCC ഓഫീസിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടത്? എങ്ങനെയാണ് അങ്ങനെ തിരിച്ചറിയാൻ കാരണം? എന്താ തിരിച്ചറിയാൻ കാരണം? രാവിലെ നമ്മൾ അപ്പുറം AKG ഇപ്പുറം മദീന കോംപ്ലക്സിൽ ഒരു ഓഫീസുണ്ട്, അവിടെ 2 പാർസൽ കൊടുക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് സ്കൂട്ടി എടുത്ത് പോകുന്ന സമയത്താണ് ഈ വ്യക്തി ഒരു ശബരിമലയ്ക്ക് പോകുന്ന പോലെ AKGൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നു. നമുക്കിത് അറിയില്ല, രാവിലെ TV ഒന്നും കണ്ടില്ല, ഇങ്ങനെ ജയിച്ചാടിയ കേസൊന്നും അറിയില്ല. അവിടെ മദീന കോംപ്ലക്സിൽ പോയി അവിടെ പാർസലെടുത്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മൾ മാക്സ് ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഡ്രൈവർ, സന്തോഷ് എന്ന പേരും തോന്നും, ഒരു ഡ്രൈവർ എന്നോട് ചോദിച്ചു ഇയാൾക്ക് കൈയുണ്ടോ? ഞാനില്ല, ഒരു കൈ ഇല്ല എന്ന് പറഞ്ഞു. ഈ ഗോവിന്ദചാമിയാന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി വേറൊരു വ്യക്തിയും കൂടി വണ്ടി അപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് റോഡ് നിന്ന് ഇയാളോട് എന്തോ ഹിന്ദി ചോദിച്ചപ്പം ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീട്ടിൻ്റെ സൈഡിലൂടെ ഇയാൾ കൂളായിട്ട് നടന്നു പോയി. ഇയാൾ എന്തോ ഹിന്ദി പറഞ്ഞു. ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഗോവിന്ദചാമി എന്നാണ് കൂക്കിയതാണ്. കൂക്കിയ സമയത്ത് ആ പുള്ളിക്കാരൻ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്താൽ ഇടയിലൂടെ കയറി ആ കാടിലേക്ക് അങ്ങോട്ട് ഒറ്റ കൈ കൊണ്ട് ആ ഗടങ്ങെടുത്ത് തുള്ളുന്നത്. ആ സമയത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന വ്യക്തിയോട് നമ്മൾ പിടിക്കാൻ പറഞ്ഞിരുന്നു. ഇയാൾ അപ്പുറത്ത് തുള്ളിയ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്ത് ബൈക്ക് എടുത്തിട്ട് നമ്മൾ മാർക്കിസ്റ്റ് പാർട്ടിൻ്റെ സൈഡിലോട്ട് താളാപ്പിലേക്ക് അങ്ങ് കയറി ആ സൈഡ് വരെ ഞാൻ പോയി നോക്കിയിരുന്നു. അയാളെ കിട്ടിയില്ല. പിന്നെ തിരിച്ചു വന്നുമ്പോൾ മറ്റൊരു പോലീസിനെ വിളിച്ചു, കാര്യങ്ങൾ അവരെത്തി. അവരോട് ഞാൻ പറഞ്ഞു എന്തായാലും ഈ സൈഡിലേക്ക് പോയിട്ടില്ല, ഈ കാടിനെ പരിധി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. പിന്നെ പോലീസുകാർക്കും സംശയമാണ് ഇതിലോട്ട് തന്നെ തുള്ളിയാണ്, നമ്മൾ ദൃസാക്ഷിയാണ് കണ്ടതും പിടിച്ചതല്ല. പിന്നെ എന്ത് ഭാഗ്യവശാൽ കിട്ടി. പക്ഷെ ഒടുവിൽ അയാളെ കണ്ടെത്തിയതും എനിക്ക് തോന്നുന്നു നാട്ടുകാർ തന്നെ. നമ്മൾ പറഞ്ഞ അതിന്റെ പിന്നെ വലിയൊരു മൈനസ് പോയിന്റ് കണ്ടതെന്നാണ് ഇവർ ഡോഗ് സ്ക്വാഡിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഗടങ്ങി ചാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ ഒരു വ്യക്തിനെ കഴിഞ്ഞാൽ ഡോഗിനെ അതിലേക്ക് ചാടിക്കണ്ടേ, ഇവർ ചാടിച്ചില്ല, ഡോഗ് അവിടെ തന്നെ നിന്നു. അതിന് തൊട്ട ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത് ഈ വ്യക്തി. പിന്നെ പിടിക്കുന്നു. കിണറ്റിലുണ്ട് എന്ന് കണ്ടെത്തിയതും നാട്ടുകാർ തന്നെയാണ്. അത് പിന്നെ പോലീസ് എല്ലാവരും വന്നു, അവരെ കൈ കുറ്റപ്പെടുത്തുന്നല്ല. എന്നാൽ ആ ഡോഗ് സോഗ് നേരെ ഓപ്പോസിറ്റ് ഇയാൾ തുള്ളി പോലെ അപ്പുറത്ത് തുള്ളിയിട്ടുണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് പിടിക്കാൻ പറ്റുമായിരുന്നു.